ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2019 ഇറങ്ങിയ ഗെയിം ഓവർ എന്ന സൈക്കോ ത്രില്ലർ സസ്പെൻസ് മൂവിയെ പറ്റിയാണ്. വെറും 1.5 മണിക്കൂർ മാത്രമുള്ള സിനിമ, എന്നാൽ 1.5 മണിക്കൂർ അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് തെലുങ്കിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ കണ്ടത് തമിഴ് വേർഷൻ ആണ്. താപ്സി പന്നു ആണ് ഈ സിനിമയുടെ നായിക. സോ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് കഥയിലേക്ക് കടക്കാം. ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഒരു ഫുഡ് ഡെലിവറി റിസീവ് ചെയ്യുന്നതായിട്ടാണ്. അതൊരു വീഡിയോ റെക്കോർഡിൽ ഷൂട്ട് ചെയ്യുന്ന രീതിയിലാണ് അവതരണം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ നിർത്താതെ ശ്വാസം എടുക്കുന്നത് നമുക്ക് കേൾക്കാം. ആ കുട്ടി ഫുഡ് വാങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് കയറി പോകും. പുറകെ ഈ വീഡിയോ പിടിക്കുന്നയാളും ഓടുന്നതായി കാണാം. ആ പെൺകുട്ടി ഫുഡ് കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നു. ഈ വീഡിയോ പിടിക്കുന്നവൻ ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റ് ഈ ക്യാമറയെ നോക്കി പേടിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഓടുന്നതായിട്ട് കാണാം. അതായത് ആ വീഡിയോ എടുക്കുന്നവനെ കണ്ട് ഭയന്ന് ഓടുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അടുത്ത സീൻ കുറച്ച് ഭയാനകമായി നമുക്ക് തോന്നാം. കാരണം എന്തെന്നാൽ ആ പെൺകുട്ടിയുടെ കൈയും ചേർത്ത് കെട്ടി മുഖം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി അവൾ പ്രാണവായുവിനായി പിടയുന്ന ഒരു സീൻ. ആ വീഡിയോ എടുത്ത ആൾ അവളെയും വലിച്ചഴച്ച് അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് പോകും. പിന്നെ ഒരു കത്തി കൊണ്ട് വെട്ടുന്ന ഒരു ശബ്ദം മാത്രം കേൾക്കും. അവളുടെ തല മാത്രം അയാൾ വെട്ടിയെടുത്ത് അവിടെ കണ്ട ഒരു ഗോൾ പോസ്റ്റിലേക്ക് ചവിട്ടി എറിയും. എന്നിട്ട് അവളുടെ ബാക്കിയുള്ള ഉടൽ ഒരു ചെയറിൽ കെട്ടിയിട്ട് കത്തിക്കും. അവിടെയാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഗെയിം ഓവർ. ഇങ്ങനെ ഒരു ഇൻട്രോ തന്നിട്ട് ഈ ടൈറ്റിലും കാണിച്ചാൽ ആരായാലും ഈ സിനിമയുടെ ബാക്കി കഥ എന്തെന്നറിയാതെ ഉറങ്ങില്ല അല്ലെ? അപ്പൊ നമുക്ക് ബാക്കി മെയിൻ കഥയിലേക്ക് ശരിക്കും കടക്കാം. ആ ഒരു സംഭവം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമുള്ള കഥയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. നമ്മുടെ നായിക താപ്സി മോർണിംഗ് ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് അടുത്തുള്ള സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും പത്രം വാങ്ങുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി ഒരു വലിയ വീട്ടിലെ കുട്ടിയാണെന്ന്. താപ്സിയുടെ ചിത്രത്തിലെ പേര് സ്വപ്ന എന്നാണ്. ആ വീട്ടിൽ സ്വപ്നയും പിന്നെ വേലക്കാരി കല്ലമ്മയും മാത്രമാണ് ഉള്ളത്. കല്ലമ്മ അവൾക്ക് ഒരു വേലക്കാരി മാത്രമല്ലാതെ മറ്റൊരു അമ്മയെ പോലെയായിരുന്നു. കാരണം ഈ സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലാണെന്ന് സ്വപ്ന പറയുമ്പോൾ അവർ അത് സ്വപ്നയുടെ പ്ലേറ്റിൽ നിന്നും തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആ സീനിൽ നിന്നും മനസ്സിലാക്കാം. ഇവരുടെ വീടിന് മെയിൻ ഡോറിന് അടുത്തായിട്ട് തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറ ഉണ്ട്. സോ ആര് വന്നാലും ആ സ്ക്രീൻ ചെക്ക് ചെയ്തിട്ടേ അവർ ഡോർ തുറക്കുകയുള്ളൂ. വീടിന് ഫ്രണ്ടിൽ മാത്രമല്ല, വീടിന് ചുറ്റും സെക്യൂരിറ്റി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വപ്ന ഒരു വീഡിയോ ഗെയിം ഡിസൈനർ ആണ്. മാത്രമല്ല വീഡിയോ ഗെയിം അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു ദിവസം കല്ലമ്മ അവളുടെ മുറി ക്ലീൻ ചെയ്യാൻ വരുന്നു. അപ്പോ സ്വപ്ന പറയും, വേണ്ട, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം, ന്യൂ ഇയർ വരാറായി, ഇനി ഈ റൂം ഇങ്ങനെ വാരി വലിച്ചിടാൻ പറ്റില്ല എന്ന് കല്ലമ്മയും പറയും. പെട്ടെന്ന് സ്വപ്നയുടെ കയ്യിൽ ഉള്ള ടാറ്റു ഇട്ട ഭാഗം നീറാനും വേദനിക്കാനും ഒക്കെ തുടങ്ങും. കല്ലമ്മ ചോദിക്കും, ഒരു വർഷം ആയില്ലേ ഈ ടാറ്റു ഇട്ടിട്ട്, പിന്നെന്താ ഇപ്പൊ ഇതിന്റെ വേദന? എന്തായാലും ഒരു ഡോക്ടറിനെ കാണിക്കണം. സ്വപ്ന വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്, പുറത്തിറങ്ങാറൊന്നുമില്ല. മാത്രവുമല്ല അവൾക്ക് ഇരുട്ട് ഒരുപാട് പേടിയാണ്. അവൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ എന്നും ഗെയിം കളിക്കാൻ തുടങ്ങും. അവൾക്ക് ഒരു അഡിക്ഷൻ പോലെയാണ് ഗെയിം എന്ന് പറയുന്നത്. ഒരു ദിവസം കളിച്ചു കഴിഞ്ഞ് അവൾ കുളിക്കാനായിട്ട് പോകും. കുളിച്ചു കഴിഞ്ഞ് വന്നിട്ട് സ്വപ്ന ഹെയർ ഡ്രയർ എവിടെയെന്ന് കല്ലമ്മയോട് ചോദിക്കുന്നു. അത് സ്റ്റോർ റൂമിൽ ഉണ്ടെന്ന് അവർ മറുപടി പറയുകയും ചെയ്യുന്നു. അവൾ അത് എടുക്കാനായിട്ട് സ്റ്റോർ റൂം തുറന്നു നോക്കുമ്പോൾ ഇരുട്ട്. അത് കണ്ട് അവൾ പെട്ടെന്ന് പേടിച്ച് ഭയന്ന് ബാക്കിലോട്ട് മാറുന്നു. ഉടനെ തന്നെ കല്ലമ്മ വന്ന് പറയും, നീ പേടിക്കണ്ട, ഞാനില്ലേ, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് സ്വപ്നയും കൂടെ കൈയിൽ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയിരുന്നു. പക്ഷെ അവൾക്ക് അതിന് കഴിയുന്നില്ല. എന്തൊക്കെയോ ഓർത്ത് അവൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവളുടെ ഫാമിലി ഡോക്ടറിനെ കാണാൻ പോകുന്നു. കാര്യങ്ങളൊക്കെ പറയും, എന്താണ് നടന്നത്, എനിക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നു ഒക്കെ ഡോക്ടറിനോട് വിവരിച്ച് പറയും. അപ്പോൾ അയാൾ ചോദിക്കും, ഇതിന് മുന്നേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവള് പറയും, ഇല്ല, ഒരു വർഷം മുന്നേ ആണ് ഇങ്ങനെ നടന്നത് എന്ന്. നമുക്കൊരു വിഷ്വൽ റിയാലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവൾക്ക് ഒരു VR ബോക്സ് കൊടുക്കുന്നു. അതിൽ ആദ്യത്തെ മുറിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. സോ അവൾ കോൺഫിഡന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് ഉത്തരം നൽകുന്നു. അങ്ങനെ രണ്ടാമത്തെ മുറിയിലേക്ക് കടക്കുന്നു. അത് കുറച്ചുകൂടി വെളിച്ചം കുറഞ്ഞ മുറിയായിരുന്നു. ചെറിയൊരു പേടി ഉണ്ടെങ്കിലും അവൾക്ക് വീണ്ടും കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത മുറിയിലേക്ക് കടക്കുന്നു. ആ മുറിയാണെങ്കിൽ ഒട്ടും വെളിച്ചമില്ലാത്തതായിരുന്നു. ആ മുറിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അവൾക്ക് ആകെ ഡിസ്റ്റർബ് ആകാൻ തുടങ്ങും. അവൾ ആ VR ബോക്സ് വലിച്ചൂരിയിട്ട് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. പേടിക്കണ്ട, നോർമലി ആളുകൾക്ക് അവർക്ക് നടന്ന സംഭവങ്ങൾ അവർക്ക് ഓർമ്മയില്ലെങ്കിലും അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും. ഓരോ വർഷവും ആ സെയിം ടൈം ആകുമ്പോൾ നമ്മുടെ ബോഡിയും മൈൻഡും അത് ഓർക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് കല്ലമ്മ റൂം ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ന്യൂ ഇയർ വരാനായി എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അൺകോൺഷ്യസ് മൈൻഡ് കഴിഞ്ഞ ന്യൂ ഇയറിന് നിനക്ക് നടന്ന സംഭവം ഓർത്തെടുക്കുന്നത്. അങ്ങനെ നിനക്ക് പേടിയുണ്ടായി എന്ന് ഡോക്ടർ അവളെ വിളിച്ച് പറയുന്നു.
പേടിക്കണ്ട, നീ ഇപ്പോൾ നോർമലാണ്, തനിച്ചിരിക്കാതെ എന്തുകൊണ്ട് നിനക്ക് നിന്റെ പാരന്റ്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൂടാ എന്നും ഡോക്ടർ അവളോട് ചോദിക്കുന്നു. പെട്ടെന്ന് സ്വപ്നയുടെ മുഖമൊക്കെ മാറും. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് അവരെ കാണാൻ പറ്റില്ല എന്ന് അവൾ പറയും. അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. എന്തുകൊണ്ട് അവൾ അവളുടെ പാരന്റ്സിനെ കാണാൻ പോകുന്നില്ല എന്നതും ഒരു ചോദ്യമായി അങ്ങനെ നിൽക്കട്ടെ അല്ലെ. അപ്പോ വീട്ടിലേക്ക് വരുമ്പോൾ കല്ലുമ്മ സ്വപ്നയോട് പറയും, നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു, ഞാൻ എന്ത് പറയണം, അവരിങ്ങോട്ട് വരാൻ പറയട്ടെ. ഉടനെ തന്നെ സ്വപ്നം ചാടി കയറി പറയും, വേണ്ട, എനിക്ക് ജോലിയുണ്ട്, ഞാൻ ആരെയും കാണാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. രാത്രിയായി. സ്വപ്നം ഉറങ്ങുകയാണ്. ഈ സമയമാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഒരു സീൻ കാണിക്കുന്നത്. ഒരു വർഷം മുൻപ് നമ്മുടെ ഈ സ്വപ്ന ന്യൂ ഇയറിന്റെ അന്ന് ഒരു ടാറ്റു പാർലറിൽ പോകുന്നു. അവൾക്ക് ഗെയിം ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഗെയിമിലെ ജോയ്സ്റ്റിക്കിന്റെ പടമാണ് കയ്യിൽ ടാറ്റു ചെയ്യാനായിട്ട് പോകുന്നത്. അതേ സമയത്ത് തന്നെ ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ടാവും. സ്ത്രീ അവിടത്തെ വാളിൽ ഒരു ഫോട്ടോ ഫിറ്റ് ചെയ്തിട്ട് ഇവളെ നോക്കി ചിരിച്ചിട്ട് പോകുന്നു. ഈ സമയത്ത് സ്വപ്ന ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും ഇരുട്ടാണെന്ന് മനസ്സിലാകുന്നു. അവൾ ഓടി ലൈറ്റ് ഇടാനായിട്ട് പോകുമ്പോഴേക്കും കാല് സ്ലിപ്പായിട്ട് മിററിൽ പോയി ഇടിച്ച് കൈമുറി. ആ മുറിവൊക്കെ കഴുകി വൃത്തിയാക്കി ബാത്റൂമിൽ നിന്ന് വരുമ്പോഴേക്കും എന്താ, അവളുടെ കയ്യിൽ ആ ടാറ്റു പിന്നെയും നീറാനും വേദനിക്കാനും ഒക്കെ തുടങ്ങും. പിറ്റേന്ന് ആ മുറിഞ്ഞ ഭാഗത്ത് കല്ലമ്മ മരുന്ന് വെച്ച് കെട്ടും. ആ സമയത്താണ് ടിവിയിൽ ഒരു ന്യൂസ് കേൾക്കുന്നത്. ഒരുപാട് പെണ്ണുങ്ങളെ തല മാത്രം വെട്ടിമാറ്റി ബാക്കി ശരീരം കത്തിച്ച് കളയുന്ന ഒരു സൈക്കോ കൊലയാളി. ഒരു വർഷം മുന്നേ അമൃത എന്ന പെൺകുട്ടിയെ അവർ കൊലപ്പെടുത്തി. ഇന്ന് വരെ അതിനെക്കുറിച്ച് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. ഈ ന്യൂസ് കേട്ടതും സ്വപ്നയുടെ കയ്യിലെ ആ ടാറ്റു പിന്നെയും നീറാനും വേദനിക്കാനും തുടങ്ങുന്നു. അവൾ വേദന കൊണ്ട് പുളയുന്നു. സോ വീണ്ടും വീണ്ടും വേദന വരുന്നത് കൊണ്ട് അവൾ ആ ടാറ്റു ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അവൾക്ക് ആ ടാറ്റു ചെയ്ത കൊടുത്ത ആർട്ടിസ്റ്റിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ആർട്ടിസ്റ്റ് പറയും, ടാറ്റു ചെയ്തിട്ട് ഒരു വർഷം ആയില്ലേ, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല, എന്തായാലും ഒരു ഡോക്ടറിനെ കാണിച്ചു നോക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് സ്വപ്ന തിരിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആ ആർട്ടിസ്റ്റ് അവളെ വിളിച്ചിട്ട് പറയും, സ്വപ്ന, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് അടുത്തിരുത്തുന്നു. നിങ്ങൾ ടാറ്റു ചെയ്യാൻ വന്നുപോയ ദിവസമില്ലേ, അന്ന് തന്നെ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. മരിച്ചുപോയ ആളുകളുടെ ചിതാഭസ്മം ടാറ്റു എങ്കിൽ അലിയിച്ച് അത് വെച്ച് മെമ്മറബിൾ ടാറ്റു ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. മരിച്ചുപോയവർ നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ സ്വപ്ന ചോദിക്കും, നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? അപ്പോ ആർട്ടിസ്റ്റ് കുറച്ച് പരിങ്ങിയിട്ട് പറയും, സ്വപ്ന വന്ന ദിവസം മറ്റൊരു അമ്മയും വന്നിരുന്നു. അവരുടെ മകൾ മരിച്ചുപോയത് കൊണ്ട് ആ ഒരു ചിതാഭസ്മം കൊണ്ട് അവർക്ക് ടാറ്റു ചെയ്യാനായിട്ട് വന്നിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് കാരണം ആ ഇങ്ക് മാറി സ്വപ്നയുടെ ടാറ്റു ആണ് വന്നത്. ഇത് കേട്ടതും സ്വപ്ന ചാടി എണീറ്റ് ടെൻഷനായി പറയും, നിങ്ങൾക്ക് ഭ്രാന്താണോ? എന്നിട്ടാണോ ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞത്? വേറെ ഏതോ ഒരാളുടെ അസ്ഥി കൊണ്ടാണ് നീ എന്നെ ടാറ്റു ചെയ്തത്. അത് കേട്ട് ഉടനെ ആർട്ടിസ്റ്റ് പറയും, എങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്വപ്ന അതുപോലും കേൾക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. വീട്ടിൽ വന്ന സ്വപ്നയുടെ ടെൻഷൻ കണ്ട് കല്ലമ്മ ചോദിക്കും, എന്ത് പറ്റിയെന്ന്. അപ്പോൾ സ്വപ്ന ആർട്ടിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. ഈ ടാറ്റു വന്ന അന്ന് മുതലാണ് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. അപ്പോൾ കല്ലമ്മ പറയും, അതിനും ടാറ്റുവും തമ്മിൽ ഒരു ബന്ധവുമില്ല, നീ ടെൻഷൻ ആവാതെ. നിന്നെ ഉപദ്രവിച്ചവൻ ഇപ്പോ ജയിലിലാണ്. ഇത് കേട്ട് സ്വപ്ന പറയും, അവൻ ജയിലിലായെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായി എന്നാണോ? ഒരു 3 സെക്കൻഡ് പോലും ഇരുട്ടത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ ലോകം മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ഞാൻ പേടിച്ച് എന്റെ മുറിക്കുള്ളിൽ അടച്ചിരിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്റ്റോർ റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. കയ്യിൽ ഒരു കത്തിയുമായിട്ട് ഞരം പറക്കാനായിട്ട് പോകും. അപ്പോഴാണ് പിന്നെയും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു വർഷം മുൻപ് സ്വപ്ന ടാറ്റു ചെയ്തതിന്റെ അന്ന് ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് അവളുടെ കൈയും കാലും കെട്ടി ഒരു മുറിയിൽ ഇരുട്ടത്ത് പൂട്ടിയിട്ട് ഒരുത്തൻ അവളെ റേപ്പ് ചെയ്യുന്നു. ഇതാലോചിച്ച് അവൾ കത്തി അവളുടെ ഞരമ്പ് മുറിക്കാൻ വെക്കും. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലെ ആ ടാറ്റു നീറാനും വേദനിക്കാനും ഒക്കെ തുടങ്ങുന്നു. അങ്ങനെ അവൾക്ക് ഞരം പറക്കാനാവില്ല. അങ്ങനെ അവൾ ടാറ്റു പാർലറിൽ വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നു ടാറ്റു റിമൂവ് ആക്കാനായിട്ട്. അങ്ങനെ ആ സെന്ററിൽ പോയി ലേസർ കയ്യിലേക്ക് കാണിക്കുന്നതും അവൾക്ക് അസഹനീയമായ പെയിൻ ഉണ്ടാവുന്നു. അവൾ കൈവലിച്ച് നോക്കിയിട്ട്, സാരമില്ല, ഒന്നുകൂടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് അടുത്തതായിട്ട് ഒരു തവണ കൂടെ ലേസർ വയ്ക്കുമ്പോൾ ജീവൻ പോകുന്ന രീതിയിൽ ആ ടാറ്റു ഉള്ള ഭാഗം വേദനിക്കുന്നു. സോ അങ്ങനെ ആ ടാറ്റു റിമൂവ് ആക്കാനും അവൾക്ക് കഴിയുന്നില്ല. തിരിച്ചു വരുന്ന വഴി അവൾ ഒരു കോഫി ഷോപ്പിൽ കയറും. അവിടെ 2 പയ്യന്മാർ അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കും. ഇവളല്ലേ ആ നെറ്റിൽ ലീക്കായ ഫോട്ടോയിലുള്ളതെന്നും പറഞ്ഞിട്ട്. സോ ഇങ്ങനെ നാട്ടുകാരൊക്കെ തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ തീരെയും പുറത്ത് ഒന്നും പോവാതിരിക്കുന്നത്. സ്വപ്ന വീട്ടിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങും. അപ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നത്. അതായത് രാത്രി ഇറങ്ങി നടന്നത് കൊണ്ടാണ് അവളെ റേപ്പ് ചെയ്തതെന്ന് അച്ഛനും, പെൺകുട്ടികൾ ടാറ്റു ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അമ്മയും പറയുന്നു. ഇവളെ സമാധാനിപ്പിക്കാതെ മാറി മാറി കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ് അവരോട് അവൾ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇടുന്നത്. അതൊക്കെ ഓർത്ത് അവൾ ഒരുപാട് കരയുന്നു. പിന്നെയും അവൾ ജീവിതം അവസാനിപ്പിക്കാനായി തൂങ്ങിച്ചാവാനായി പ്ലാൻ ഇടുന്നു. പെട്ടെന്ന് ടാറ്റു വേദനിക്കുന്നു. എന്നിട്ടും അവൾ അതൊക്കെ സഹിച്ച് തൂങ്ങാനായിട്ട് കുറച്ചുകൂടി ശ്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കല്ലമ്മ ഓടി വന്ന് ഡോറിൽ തട്ടും. അപ്പോൾ കല്ലമ്മ ഡോറ് തുറന്ന് കയറി വരാതിരിക്കാനായിട്ട് അവൾ ഓടിപ്പോയി ഡോർ അടിക്കും. എന്നിട്ട് പിന്നെയും തൂങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും എന്താ, കറണ്ട് പോകും. ഇരുട്ട് കണ്ടു അവൾക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്ക് വന്ന് അവൾക്ക് ഡോറ് തുറക്കാതെ നിവർത്തിയില്ല. പെട്ടെന്ന് ഡോറും തുറന്ന് കല്ലമ്മയെ അകത്താക്കി വെളിച്ചം കാണിപ്പിക്കുന്നു. പിറ്റേ ദിവസം അവൾ പിന്നെയും ഡോക്ടറിനെ കാണാൻ പോകുന്നു.
അപ്പോൾ കല്ലമ്മ പറയും, ഇന്ന് അമ്മ ഫോൺ ചെയ്തിരുന്നു, ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ ഇന്നലെ നടന്നതൊക്കെ പറഞ്ഞോ എന്നുള്ള രീതിയിൽ കല്ലമ്മയെ പെട്ടെന്ന് നോക്കും. കല്ലമ്മ പറയും, ഇല്ല, ഞാൻ ഇന്നലെ നടന്നതൊന്നും പറഞ്ഞിട്ടില്ല, നെറ്റിൽ എന്തൊക്കെയോ കണ്ടു, അതിനെക്കുറിച്ച് സംസാരിക്കാനാണെന്നും അവർ പറയും. സോ അത് കേട്ട് ഇനി അവളുടെ അമ്മയെ കൂടെ ഫേസ് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് അവൾ പെട്ടെന്ന് ടെൻഷനായി ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നടന്നു പോകും. അവിടെ നിന്ന് താഴേക്ക് ഒരൊറ്റ ചാട്ടം. ഭാഗ്യത്തിന് അവൾ ചെന്ന് വീഴുന്നത് ഒരു കാറിന്റെ മണ്ടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ജീവൻ പോകുന്നതിന് പകരം അവളുടെ കാലും കൈയും ഒടിഞ്ഞ് ഒരു വീൽ ചെയറിലാകുന്നു. നാളുകൾ കടന്നു പോകും. ഇതിനിടയ്ക്കൊക്കെ കൈ ഇറക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ പിന്നെയും നാളുകൾ കഴിയും. അവൾക്ക് ഇപ്പോൾ കൈയൊക്കെ അത്ര കുഴപ്പമില്ല, കാലിൽ ഇപ്പോഴും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം ആ ടാറ്റുവിനോട് വെറുപ്പ് തോന്നിയിട്ട് ആ ടാറ്റുവിന് മുകളിൽ ഒരു ബാൻഡേജ് ഒട്ടിക്കും. അപ്പോഴാണ് ആ ടാറ്റു ആർട്ടിസ്റ്റും അവിടെ കണ്ട ആ ഒരു സ്ത്രീയും അവളെ അന്വേഷിച്ചു വരുന്നത്. ആ സ്ത്രീക്ക് ഓൾറെഡി ഇവളെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. അവർ അവളുടെ അടുത്ത് ചെന്ന് ഒരു പെൻഡ്രൈവ് കൊടുക്കും. സ്വപ്ന അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിൽ അവരുടെ മകളുടെ അമൃത എന്ന കുട്ടിയുടെ വീഡിയോയാണ്. അമ്മയെ ഒരു ടാറ്റു ചെയ്യാൻ അവൾ നിർബന്ധിക്കുകയാണ്. ഞാൻ ഡിസൈൻ കണ്ടെത്തി ഒരു ടാറ്റു സെന്ററിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അമ്മ തീർച്ചയായും വരണം, ഐ ലവ് യു മമ്മി എന്ന് പറഞ്ഞ് ആ വീഡിയോ കട്ടാവുന്നു. അങ്ങനെ ആ സ്ത്രീ അവളെ പറ്റി സ്വപ്നയോട് പറയുന്നു. അമൃത വളരെ ധൈര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. ഡിസംബർ 5-ന് ഞാനൊരു റിസപ്ഷന് പോയി. അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്, അമൃതയെ ആരോ മർഡർ ചെയ്തു, ബോഡി കത്തിച്ചു എന്നൊക്കെ. അവളുടെ ഓർമ്മയ്ക്കായി എന്റെ കയ്യിൽ അവളുടെ ചിതാഭസ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഇനിയും വേദനിപ്പിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത 3 തവണ ക്യാൻസറിനോട് പോരാടിയ ഒരു പെൺകുട്ടിയായിരുന്നു. ആ ക്യാൻസർ അവൾ അതിജീവിച്ച് വന്നപ്പോഴാണ് ആ ദുഷ്ടന്മാർ അവളെ കൊന്നത്. സോ ഓരോ തവണ അവൾ ക്യാൻസറിനെ അതിജീവിച്ചപ്പോഴും അവൾ അതിന്റെ ഓർമ്മയ്ക്ക് ഓരോ ടാറ്റു ചെയ്തിരുന്നു. ആ ചിതാഭസ്മം മാത്രം കയ്യിലുള്ളത് കൊണ്ട് ആ അമ്മ അത് ഉപയോഗിച്ച് ടാറ്റു ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതാണെങ്കിൽ മാറി സ്വപ്നയുടെ കയ്യിലും ആയിപ്പോയി. ഇതൊക്കെ കേട്ട് സ്വപ്നയ്ക്ക് കുറച്ച് സങ്കടമൊക്കെ വന്നിട്ട് അവൾ ആ കയ്യിലുള്ള ബാൻഡേജ് അങ്ങ് മാറ്റും. ടാറ്റു മറയ്ക്കാനായിട്ട് ഒരു ബാൻഡേജ് ഒട്ടിച്ചു വെച്ചിരുന്നില്ല, അതങ്ങ് മാറ്റും. എന്നിട്ട് ആ ടാറ്റു ആ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അമ്മ ആ ടാറ്റുവിൽ ഉമ്മ വെച്ചിട്ട് സ്വപ്നയ്ക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കും. അമൃതയ്ക്ക് ക്യാൻസർ ഉള്ളപ്പോൾ ഈ കാർഡ് ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു, നീയും ഈ കാർഡ് നിന്റെ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നു. ആ കാർഡിൽ അമൃതയുടെ ഒരു ഫോട്ടോ ഉണ്ട്, കൂടെ ഒരു കുറിപ്പും, ഫൈറ്റ് ലൈക്ക് എ ഗേൾ. ആ അമ്മ ഇറങ്ങി പോകാൻ നേരം സ്വപ്നയോട് പറയും, അമൃത എന്തുകൊണ്ട് നിന്നെ ചൂസ് ചെയ്തെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഈ ഫൈറ്റിൽ നീ ജയിച്ചാലും തോറ്റാലും അവസാനം വരെയും പിടിച്ചു നിൽക്കണം. സ്വപ്ന ആ ടാറ്റു സെന്ററിൽ വിളിച്ച് അപ്പോൾ തന്നെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യും. അതായത് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു റിമൂവ് ആക്കാനായിട്ട്, ആ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്യും. അന്ന് വൈകിട്ട് സ്വപ്ന കല്ലമ്മയോട് പറയും, നാളെ നമുക്ക് നാട്ടിൽ പോകാം, എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. ഇനിയാണ് ട്വിസ്റ്റോ ട്വിസ്റ്റ്. ഇതെല്ലാം ഒരുത്തൻ ക്യാമറയിൽ പകർത്തുമായിരുന്നു. അവന്റെ കയ്യിൽ സ്വപ്ന ടാറ്റു ചെയ്ത ഒരു ഫോട്ടോയും ഉണ്ട്. സോ മേ ബി ഇവൻ ടാറ്റു ചെയ്ത പെണ്ണുങ്ങളെ ആയിരിക്കണം ടാർജറ്റ് വെക്കുന്നത്. അങ്ങനെ സ്വപ്ന ഉറങ്ങാൻ കിടക്കുന്നു. കല്ലമ്മ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് അവിടെ നിന്ന് പോകും. ഇപ്പോഴാണ് ഗെയിം ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് കയ്യിൽ വേദനയായിട്ട് സ്വപ്ന ഞെട്ടി എഴുന്നേൽക്കുന്നു. അവൾ ലൈറ്റ് ഓൺ ചെയ്യും. ടൈം നോക്കുമ്പോൾ 11 മണി. പെട്ടെന്ന് അവളുടെ ഫോണിൽ ഒരു അലാം വരും. അതായത് ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ന്യൂ ഇയർ ആണ്. പെട്ടെന്ന് വീടിന് പുറത്ത് ഒരു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു. അവൾ കല്ലമ്മയോട് ചെക്ക് ചെയ്യാൻ പറയും. കല്ലമ്മ സെക്യൂരിറ്റി സ്ക്രീൻ ചെക്ക് ചെയ്യുമ്പോൾ ആരെയും കാണില്ല. ജനൽ വഴി നോക്കുമ്പോൾ ഒരാൾ ഇരുട്ടിൽ പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണും. സോ വീണ്ടും സ്ക്രീൻ ചെക്ക് ചെയ്യുമ്പോൾ ഡോറിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലാസ്ക് ബോട്ടിൽ ഉണ്ടാകും. സാധാരണ ആ ഫ്ലാസ്ക് ബോട്ടിൽ അവിടെ ഡോറിന് ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് ചേട്ടനല്ലേ, ആ പുള്ളിക്ക് ചായ വേണം എന്നാണ് അർത്ഥം. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് നമ്മുടെ കല്ലമ്മ ഡോർ തുറന്ന് പുറത്തിറങ്ങി ആ ഫ്ലാസ്ക് നിറച്ച് തിരിച്ചു വെക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഈ ഫ്ലാസ്ക് കണ്ട ഉടനെ കല്ലമ്മ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകും. ഒരു വെട്ടുന്ന ശബ്ദവും പെട്ടെന്ന് കേൾക്കും. പിന്നെ കല്ലമ്മയുടെ അനക്കമില്ല. സോ എന്താ സംഭവിച്ചതെന്നറിയാൻ സ്വപ്ന പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങി വീൽ ചെയറിൽ വന്ന് നോക്കുന്നു. അതേസമയം ടെറസിൽ ഒരു ഭയങ്കര ശബ്ദം കേൾക്കുന്നു. സ്വപ്നയ്ക്കാണെങ്കിൽ മുകളിലേക്ക് കയറാനും കഴിയില്ല. അവൾ പേടിച്ച് ഡോറിനടുത്ത് വന്ന് കല്ലമ്മയുടെയും സെക്യൂരിറ്റിയും ഒക്കെ നോക്കുന്നു. ആരെയും കാണാത്തത് കൊണ്ട് അവൾ ആ ഡോർ വലിച്ചടയ്ക്കുന്നു. പെട്ടെന്ന് അടുക്കളയിലുള്ള ഫ്രിഡ്ജിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരുന്നു. അവൾ അങ്ങോട്ട് പോകുന്നു. അവിടെയും ആരെയും കാണുന്നില്ല. സ്വപ്ന ജനൽ വഴി പുറത്തേക്ക് നോക്കും. അപ്പോൾ അതാ നമ്മുടെ കല്ലമ്മ ഊഞ്ഞാലി ഇരുന്ന് ആടുന്നു. നല്ല ബെസ്റ്റ് ടൈം ഇരുന്ന് ആടാൻ. ഫുൾ ടെൻഷൻ ആയിട്ട് അവൾ കല്ലമ്മ കല്ലമ്മ എന്ന് വിളിക്കുന്നു. ബട്ട് അവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവൾ കുറച്ചുകൂടി മാറി മറ്റൊരു ജനൽ കൂടി നോക്കുമ്പോഴേക്കും എന്താ, കല്ലമ്മയ്ക്ക് തലയില്ല. അവരെ ആരോ ക്രൂരമായി കൊന്ന് ആ ഊഞ്ഞാലിൽ ഇരുത്തിയിരിക്കുന്നു. ആ സമയത്ത് തന്നെ ആ തല തെറിച്ച് വന്ന ജനലിന്റെ ഗ്ലാസിൽ വീഴും. അവൾ പേടിച്ചോടി റൂമിൽ കയറി വാതിലടച്ച് പോലീസിനെ വിളിക്കുമ്പോൾ കറണ്ട് പോകും. അവൾക്ക് പെട്ടെന്ന് പാനിക്കായി ശ്വാസം കിട്ടിയില്ല. റൂം തുറന്ന് വണ്ടി തള്ളി ഹാളിലേക്ക് വരുന്നതും അവൾ വീൽ ചെയറിൽ നിന്നും വീഴുന്നു. ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അവളുടെ കയ്യിൽ 3 ടാറ്റു കാണും. അവൾ പെട്ടെന്ന് അമൃതയെ ഓർക്കുന്നു. അമൃതയുടെ കയ്യിലും 3 ടാറ്റു ആണ് ഉണ്ടായിരുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുട്ടത്തൊരു നിഴൽ ഒരു വലിയ കത്തിയും വെച്ച് അങ്ങനെ നിൽക്കുന്നു. മുഖംമൂടിയും ഗ്ലൗസും എല്ലാം ഇട്ട് ഒരുത്തൻ. അയാൾ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്ന് സ്വപ്ന നിലവിളിച്ചു പിറകോട്ടു ഇഴയുന്നു. അവൻ അവളുടെ പൊടിഞ്ഞ കാലിലും കയ്യിലും ഒക്കെ ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് തലയിൽ പിടിച്ച് ഒരൊറ്റ. അത് കഴിഞ്ഞ് ആ ബോഡി അവൻ കത്തിക്കുന്നതും പെട്ടെന്ന് സ്വപ്ന ചാടി എഴുന്നേൽക്കുന്നതായി കാണിക്കുന്നു. അവൾ പേടിച്ച് ലൈറ്റ് ഓൺ ആക്കും.
ഇതെല്ലാം ഒരു സ്വപ്നമാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ കൈ ചെയ്ത് ചെയ്യുമ്പോൾ 2 ടാറ്റൂ മാർക്ക് ഉണ്ടായിരിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയും കറക്റ്റ് ക്ലോക്കിൽ 11 മണി ബീപ്പ് അടിക്കുന്നു. അടുത്തത് അവളുടെ ഫോണിൽ മെസ്സേജ് വരുന്നു. 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആകുന്നു. അടുത്തത് പുറത്തു നിന്ന് ഗ്ലാസ് ഉടയുന്ന സൗണ്ട്. അവൾക്ക് മനസ്സിലാകും അവൾ കണ്ടതുപോലെ എല്ലാം റിപ്പീറ്റ് ആകുന്നു എന്ന്. അവൾ കല്ലമ്മയോട് പുറത്ത് പോകണ്ട എന്ന് വിളിച്ചു പറയുന്നു. കല്ലമ്മ പുറത്തേക്ക് നോക്കുമ്പോൾ ഫ്ലാസ്ക് കാണും. നീ പേടിക്കണ്ട, അത് സെക്യൂരിറ്റി ഗാർഡാണെന്ന് പറഞ്ഞ് കല്ലമ്മ ഡോറ് തുറക്കാനായിട്ട് പോകുമ്പോൾ ഇവള് പെട്ടെന്ന് അവളുടെ റൂമിൽ ഇരുന്ന ഒരു ചില്ല് ഗ്ലാസ് എടുത്ത് ചുവറിലേക്ക് എറിയും. ആ ശബ്ദം കേട്ട് കല്ലമ്മ ഡോറ് തുറക്കാതെ ഓടി വന്ന് ഇവളെ നോക്കും. നീ എന്താ ചെയ്യണേ എന്ന് ചോദിക്കും. അവൾ കല്ലമ്മയെ വിളിച്ച് ഹാളിലേക്ക് വരുമ്പോൾ ടെറസിൽ ഒരു സൗണ്ട് കേൾക്കും. അത് മുകളിലത്തെ ഡോറാണ്. കുഴപ്പമില്ലെന്ന് കല്ലമ്മ പറയും. ഇവൾ ആ ക്യാമറയുടെ അടുത്തേക്ക് വന്ന് സെക്യൂരിറ്റിയെ വിളിക്കും. പക്ഷേ ഒരു അനക്കവും ഇല്ല. ഇവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പോഴാണ് സെക്യൂരിറ്റിയുടെ തല വെട്ടി അവൻ മരിച്ചു കിടക്കുന്നത് കാണും. ഉടൻ അവൾ തിരിച്ചു വന്ന് പോലീസിനെ വിളിച്ച് കാര്യം പറയുന്നു. കല്ലമ്മ അവളുടെ റൂമിൽ കൊണ്ടാക്കുന്നു. എന്നിട്ട് എല്ലാ ജനലും ക്ലോസ് ചെയ്ത് കട്ടനും ഒക്കെ ഇടും. പോലീസ് വരുന്നവരെ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പൊ തന്നെ പെട്ടെന്ന് കറണ്ട് പോകും. സ്വപ്നയ്ക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു. കല്ലമ്മ അവളെ സമാധാനിക്കും. പെട്ടെന്ന് അവർക്ക് ചുറ്റും ജനൽ ചില്ല് പൊട്ടിച്ച് പെട്രോൾ കുത്തി എറിഞ്ഞ് അവിടെ മൊത്തം തീ പിടിക്കുന്നു. ആ മുറി മുഴുവൻ കത്തി പുകയാൻ തുടങ്ങുമ്പോൾ പുറത്തേക്ക് വരാതെ അവർക്ക് വേറെ നിവർത്തിയില്ല. ഡോർ തുറന്ന് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും ഇതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് അതാ ഒരുത്തൻ സെറ്റിയിലിരിക്കുന്നു. അതേസമയം പുറത്ത് പോലീസ് എത്തിക്കഴിഞ്ഞു. ഡോറ് മുട്ടും. സ്വപ്നയും കല്ലമ്മയും പെട്ടെന്ന് തന്നെ ഡോറ് തുറക്കാനായിട്ട് ഓടുമ്പോഴത്തേക്ക് ഇവൻ ചാടി എണീറ്റ് കല്ലമ്മയെ വെട്ടി വീഴ്ത്തുന്നു. സ്വപ്ന ഡോറ് തുറക്കാനായിട്ട് പോകുമ്പോൾ അവളുടെ വീൽ ചെയറിൽ പിടിച്ച് മുന്നിലേക്കും പുറകിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കളിക്കുന്നു. പോലീസിന് കട്ടൻ ഉള്ളത് കൊണ്ട് അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇവൻ അവളെ തള്ളി നിലത്തിടും. അവളെ വെട്ടാനായിട്ട് വരുന്നതും അവൾ പെട്ടെന്ന് ആ ജനൽ കട്ടൻ മാറ്റുന്നു. പോലീസ് അവനെ കണ്ടതും പെട്ടെന്ന് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ടപ്പേ ടപ്പേ 3 വെടി. സൈക്കോ അവിടെ കിടക്കുന്നു. ഉടനെ തന്നെ സ്വപ്ന ഡോർ തുറക്കുന്നു. പോലീസ് അകത്ത് കയറി കല്ലമ്മയെ ചെക്ക് ചെയ്യുമ്പോൾ കല്ലമ്മ മരിച്ചു പോയിരിക്കും. അവർ സ്വപ്നയെ പുറത്തു കൊണ്ടുവന്ന് ആംബുലൻസ് വിളിക്കും. അപ്പോഴാണ് വീടിനകത്ത് നിന്ന് ഒരുത്തൻ ജനൽ വഴി നോക്കുന്നത് സ്വപ്ന കാണുന്നത്. ഉടനെ തന്നെ അവൾ നിലവിളിച്ച് പോലീസിനോട് പറയും, സാർ അവൻ മരിച്ചിട്ടില്ല, അവൻ അകത്തുണ്ടെന്ന്. ഉടനെ തന്നെ പോലീസ് അകത്ത് കയറി ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ ബോഡി അവിടെ കാണില്ല. പോലീസ് പെട്ടെന്ന് പുറത്തു വന്ന് ആംബുലൻസിനൊന്നും വെയിറ്റ് ചെയ്യണ്ട, നീ പെട്ടെന്ന് സ്വപ്നയും കൂട്ടി പോലീസ് ജീപ്പ് എടുത്ത് പോവാൻ പറയുന്നു. എന്നിട്ട് ഒരു 5-6 പോലീസിനെയും കൂടെ തിരിച്ചയക്കാനായിട്ട് ആ ഓഫീസർ അയാളോട് പറയും. ആ പോലീസുകാരൻ ജീപ്പ് എടുത്ത് അവളെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് സ്വപ്ന റിയർ വ്യൂ മിററിൽ കൂടെ ആ കാഴ്ച കാണുന്നത്. ആ മരിച്ച സൈക്കോ അല്ലേ, അവനെ അവളുടെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് വേറെയും 2 പേർ ആ ഒരു പോലീസ് ഓഫീസർ ആ വീട്ടിനുണ്ടായിരുന്നില്ലേ, ആ പോലീസിന്റെ തല വെട്ടിയിട്ട് അവിടെ കൊണ്ടിടും. എന്നിട്ട് ആ മരിച്ച സൈക്കോ അല്ലേ വീൽ ചെയറിൽ ഇരിക്കുന്ന അവന്റെ കൈയെടുത്ത് ഇവന്മാരെ ടാറ്റ പറയും. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്ന ഓടുന്ന ജീപ്പിൽ അവന്മാര് നേരത്തെ തീയിട്ടു. പെട്ടെന്ന് തന്നെ ആ ജീപ്പ് പൊട്ടിത്തെറിച്ച് സ്വപ്നയും അതിലുണ്ടായിരുന്ന ആ പോലീസുകാരനും മരിക്കുന്നു. ഇപ്പോ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഫ്ലാഷ് ബാക്ക് സ്പീഡിൽ കാണുന്നു. വീണ്ടും നമ്മുടെ സ്വപ്ന ഞെട്ടി എഴുന്നേൽക്കുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഇതെല്ലാം നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്, തന്നെ ആരോ സഹായിക്കുന്നുണ്ട് എന്ന്. അവൾ പെട്ടെന്ന് ഞെട്ടി ഉണരുമല്ലോ. സാധാരണ ആ 2 കാര്യങ്ങളിലും അവൾ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്താണ്, ലൈറ്റ് ഓൺ ചെയ്യും. അങ്ങനെ അവൾ ലൈറ്റ് ഓൺ ചെയ്യില്ല. അപ്പോഴാണ് വീഡിയോ ഗെയിം TV സ്ക്രീനിൽ ഗെയിം ലൈഫ് ലൈൻ അവൾ ശ്രദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 ലൈഫ് ലൈൻ എന്നും തനിക്ക് ഉള്ളത് ഇനി ഒരു ലാസ്റ്റ് ലൈഫ് ലൈൻ ആണെന്നും അവൾ മനസ്സിലാക്കുന്നു. ഇതേ സമയം സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നിട്ട് ആ 3 സൈക്കോ ആയുധങ്ങളുമായിട്ട് റെഡി ആയിട്ട് വീടിന് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവളുടെ കയ്യിൽ ഒരു ടാറ്റുവേ ഉള്ളൂ, അതായത് ലാസ്റ്റ് ലൈഫ് ലൈൻ ഓർ റിയൽ ഗെയിം. പിന്നെയും നേരത്തെ പോലെ തന്നെ 11 മണിയുടെ ബീപ്പ് അടിക്കുന്നു. അത് കഴിഞ്ഞ് ഫോണിൽ മെസ്സേജ് വരുന്നു. 1 മണിക്കൂറോട് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആവുന്നു. അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോ ഉണ്ടല്ലോ, അതിൽ ഒരുത്തൻ വന്നിട്ട് സെക്യൂരിറ്റി ക്യാമറയെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കും. മറ്റൊരുത്തനാണെങ്കിൽ പെട്രോൾ ബോട്ടിലും എടുത്തിട്ട് സ്വപ്നയുടെ മുറിയുടെ ജനൽ വഴി എറിയാൻ പോകും. 3ാമത്തെ ആളാണെങ്കിൽ ടെറസിന്റെ ആ സൈഡിലോട്ടും പോകും. അപ്പൊ 3 പേരും 3 ഭാഗത്ത് നിന്നാണ് അറ്റാക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. സ്വപ്ന അടുക്കളയിൽ ഇരുന്ന് പോലീസിനെ വിളിച്ച് കാര്യം പറയുന്നു. എന്നിട്ട് എത്രയും വേഗം തന്നെ അവളുടെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു ഷോർട്ട് കട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നു. അതായത് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആ വീട്ടിലേക്ക് എത്താനുള്ള രീതിയിൽ അവൾ വഴി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് കല്ലമ്മയോട് അവൾ കാര്യങ്ങളൊക്കെ പറയും. ഇനി എനിക്ക് ലൈഫ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമ്മൾ മരിക്കുന്നത് വരെ പോരാടണം. ഇപ്പോൾ സ്വപ്നയ്ക്ക് അറിയാം അവന്മാർ ഏതൊക്കെ വഴി വരൂ എന്ന്. സ്വപ്ന പോയി മെയിൻ സ്വിച്ച് ഓഫ് ആക്കും. അപ്പൊ ഈ സൈക്കോ കൺഫ്യൂസ് ആവും. ഇതെന്താ കറണ്ട് പോയത്? അപ്പോ ഒരു സൈക്കോ വന്നിട്ട് നമ്മുടെ സ്വപ്നയുടെ ജനൽ വഴി പെട്രോൾ ബോട്ടിൽ എറിയാനായിട്ട് പോകുമല്ലോ. അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കല്ലമ്മ സ്റ്റെയർ വഴി മേലെ ബാൽക്കണിയിൽ വന്നിട്ട് അവന്റെ മേലേക്ക് ജനറേറ്ററിൽ ഒഴിക്കാൻ വെച്ചിരുന്ന ഡീസൽ ഒഴിക്കും. അപ്പൊ ഇവന്റെ ദേഹത്ത് ഈ ഡീസൽ വീഴുന്നതിന് മണക്ക് ചുമ അവൻ മനസ്സിലാവും ഡീസലാണ്. ഉടനെ തന്നെ നമ്മുടെ സ്വപ്നയുടെ മുറിയിൽ നിന്ന് ആ ജനൽ തുറന്ന് ഒരു മെഴുകുതിരി അവന്റെ മേത്തേക്ക് ഇടുന്നു. അങ്ങനെ അവൻ ആളി കത്തി മരിച്ചു വീഴുന്നു. എന്നാൽ നമ്മുടെ കല്ലമ്മ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അതാ നിൽക്കുന്നു ഒരു സൈക്കോ. ആ സൈക്കോ ആണെങ്കിൽ കല്ലമ്മയെ അടിച്ച് വീഴ്ത്തി അവരെ കൈ ഒടിക്കും. അവര് അവിടെ നിന്ന് എഴഞ്ഞെഴഞ്ഞ് താഴെ ഹാളിൽ എത്തുമ്പോഴത്തേക്കും സ്വപ്ന വീൽ ചെയറിൽ എത്തുന്നു. അവളെ ആ വീൽ ചെയറിൽ നിന്ന് അയാൾ തള്ളിയിടുന്നു.
എന്നിട്ട് ആ വീൽ ചെയർ കൊണ്ട് ഇരുത്തുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ നമ്മുടെ കല്ലമ്മ ഉണ്ടല്ലോ, എഴഞ്ഞെഴഞ്ഞ് സ്വപ്നയുടെ വീൽ ചെയറിലുള്ള ഫുഡ് റെസ്റ്റ് വലിച്ചൂരി അവന്റെ മണ്ടയ്ക്ക് ഒരൊറ്റയടി. തിരിഞ്ഞു നിന്ന് അവൻ കല്ലമ്മയെ ചവിട്ടുന്ന സമയത്ത് നമ്മളുടെ സ്വപ്നയ്ക്ക് പിന്നെയും ആ ഫുഡ് റെസ്റ്റ് എടുത്ത് അവന്റെ തലമണ്ടക്കിട്ട് അടിച്ചടിച്ച് അവൻ ചാവുന്ന കയറി അടിക്കും. അങ്ങനെ രണ്ടാമത്തെ സൈക്കോ മരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ സൈക്കോ അവളെ ഉപദ്രവിക്കാനായിട്ടുണ്ട്. കല്ലമ്മയും സ്വപ്നയും ഓടി അവളുടെ റൂമിലേക്ക് കതകടക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ സൈക്കോ കല്ലമ്മയുടെ കാല് വലിച്ച് ബാക്കിലോട്ടാക്കിയിട്ട് സ്വപ്നയെ ലക്ഷ്യമാക്കി പോകും. അപ്പോൾ സ്വപ്ന വന്നിട്ട് വീൽ ചെയറിൽ നിന്ന് വീഴുന്നു. അവൾ അവിടെ കിടന്ന ഒരു ചില്ലിന്റെ പീസ് എടുത്ത് കയ്യിൽ ഇറുക്കി പിടിക്കും. അവൻ അവളെ ആക്രമിക്കുമ്പോൾ അവളെ കുത്താനായിട്ട്, പക്ഷെ അതൊന്നും നടക്കൂല. അവൻ അവളുടെ കയ്യിൽ ചവിട്ടി പിടിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ഇങ്ങനെ അവന്റെ മുഖത്ത് തന്നെ നോക്കാനായിട്ട് അവൻ ഇങ്ങനെ വെട്ടാനായിട്ട് വരുന്നതും ആ ടാറ്റു ഉള്ള കൈ ഭയങ്കരമായിട്ട് നീറാൻ തുടങ്ങും. അപ്പൊ അവൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു ചില്ലുണ്ടായിരിക്കും. അവൾ ആ ചില്ല് പെട്ടെന്ന് എടുത്ത് അവന്റെ കഴുത്തിലേക്ക് കുത്തും. അങ്ങനെ മൂന്നാമത്തെ സൈക്കോ മരിച്ചു വീഴുന്നു. സ്വപ്ന പതുക്കെ പതുക്കെ ഇഴഞ്ഞ് അവിടെയുള്ള ജനലിനടുത്തേക്ക് പോയി. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സൈക്കോയുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ താഴെ വീണ് കിടപ്പുണ്ടായിരിക്കും. ആ ക്യാമറ അവൻ മരിക്കുന്നത് തന്നെ ഷൂട്ട് ചെയ്ത് തനിയെ കട്ടായി പോകും. അപ്പോഴാണ് നമ്മളുടെ ന്യൂ ഇയറിന്റെ പടക്കങ്ങളൊക്കെ അവിടെ പൊട്ടാൻ തുടങ്ങും. ഈ ന്യൂ ഇയർ മുതൽ സ്വപ്നയ്ക്ക് പേടിയില്ല. കഴിഞ്ഞ ദിവസം വരെ ഇരുട്ടനെ കണ്ട് പേടിച്ചവളാണ്. ഇനി അവൾക്ക് പേടിയില്ല. ഇന്നു മുതൽ അവൾ ധൈര്യശാലിയാണ്. 3 പേരെ അവൾ കൊന്നു കഴിഞ്ഞു. അവിടെ വെച്ച് ഗെയിം ഓവർ എന്ന 2019 ഇറങ്ങിയ ഈ സിനിമ തീരുന്നു. സോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.